നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചോദ്യനക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ജീവിതത്തിൽ അടുക്കും ചിട്ടയും കൊണ്ടുവരും. ബന്ധുവിൻ്റെ വീട്ടിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. മുടങ്ങിക്കിടന്ന പെൻഷൻ തുക ലഭിക്കും. സൈന്യം, പോലീസ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷന് സാധ്യത. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മോഷണത്തിന് ഇടയുണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്നേഹിതരുമായി ഒത്തുകൂടും. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയുണ്ടാകുകയും പല അപവാദങ്ങളും മനോസുഖം നശിപ്പിക്കുകയും ഭാര്യയുമായി അകന്നു കഴിയേണ്ടി വരികയും ഭക്ഷ്യവിഷബാധ ഏൽക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണുവിന് പാൽപ്പായസം നടത്തുകയും നെയ്വിളക്ക് നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം തേടിയെത്തും. ബന്ധുക്കളുമായി രമ്യതയിൽ കഴിയും. വാക്കുകൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുക. മുൻകോപം നിയന്ത്രിക്കുക. അമിത ചിലവുകൾ വന്നുചേരും. ശത്രുക്കളുടെ നീക്കം മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുകയും പ്രേമകാര്യങ്ങളിൽ പരാജയപ്പെടുകയും ഫലമാകുന്നു. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത. കോടതി കേസുകൾ വിജയിക്കും. കൃഷിയിൽ നിന്നും ധനനഷ്ടമുണ്ടാകും. കലാകാരന്മാർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. രാഷ്ട്രീയക്കാർക്ക് പേരുദോഷം കേൾക്കും. സാമ്പത്തികമായ ഉണർവ് അനുഭവപ്പെടും. പരിഹാരമായി നവഗ്രഹ അർച്ചന നടത്തുകയും ആയില്യപൂജ നടത്തുന്നതും ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സന്താന സൗഭാഗ്യം ഉണ്ടാകും. ശത്രുക്കളെ നിഷ്പ്രയാസം ഇല്ലാതാക്കുവാൻ കഴിയും. അവകാശ തർക്കത്തെ തുടർന്ന് വസ്തുവിൽപ്പന നടക്കാതെ വരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വിഷഭയം, കൃഷി, വാടക എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും. താമസസ്ഥലം പെട്ടെന്ന് ഒഴിയേണ്ടി വരും. പുതിയ വാഹനത്തിനായി പണം ചിലവാക്കും. ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. പരിഹാരമായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയും മാതൃതുല്യരായവരുടെ ദേഹവിയോഗം ദുഃഖത്തിനിടയാക്കും. അയൽവാസികളുമായി വാക്കുതർക്കത്തിന് സാധ്യത കാണുന്നു. ഇഷ്ടവസ്തുക്കൾ വാങ്ങുന്നതിനായി പണം കടം വാങ്ങും. പഠനത്തിൽ അലസത പ്രകടിപ്പിക്കും. പോലീസ് കേസുകളിൽ ചെന്നുപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. സകല കാര്യങ്ങൾക്കും അല്പതടസ്സം നേരിടേണ്ടതായി വരും. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണുവിന് വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു.